ഹായ് ഗായ്സ്, എപ്പോക്സി പെയിൻറ്റിൻ്റെ അടുത്ത ഒരു ഘട്ടം കൂടെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാണ്. ഇത് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ കാണുന്നവർക്കൊരു ബോറിംഗ് ആവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വലിയ ലെങ്തി വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ഒത്തിരി സമയം കാണാൻ പലർക്കും സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം തൊട്ട് കാണേണ്ടവർക്ക് വീണ്ടും ഇതിൻ്റെ പുറകിലിട്ട വീഡിയോകൾ ഇറങ്ങി നോക്കിയാൽ മതിയാവും. എന്തായാലും വീഡിയോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇതിന് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് പെനിട്രേറ്റിംഗ് പ്രൈമറാണ്. ജോട്ടൻ്റെയാണ് മെറ്റീരിയൽ. അപ്പം ഇത് നമ്മൾ ഓയിൽ ബേസ്ഡാണ്, ഇത് വാട്ടർ ബേസ് അല്ല. ഇതിനൊക്കെ നമ്മൾ ജോട്ടൻ്റെ തന്നെ, ഇത് ജോട്ട ഷീൽഡാണ് കമ്പനി പ്രോഡക്റ്റ് നെയിം. അതിൻ്റെ പെനിട്രേറ്റിംഗ് പ്രൈമർ ആണ്. ആ സ്റ്റിക്കർ നോക്കിയാൽ മനസ്സിലാവും. അത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് പകർത്തിയെടുത്ത ശേഷം നമ്മുടെ നമ്പർ 7 തിന്നറാണ് ഇതിന് റെഡ്യൂസറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോക്സി ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈമർ എന്ന് പറയുന്നത് പെനിട്രേറ്റിംഗ് പ്രൈമർ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് പ്രൈമറിനകത്ത് തിന്നർ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇത് പെനിട്രേറ്റിംഗ് പ്രൈമർ കട്ടി കൂടുതലുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിന്നർ ഒഴിച്ച് നന്നായിട്ട് ലൂസ് ചെയ്യണം. കാരണം നമ്മളത് ഗൺ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ലൂസ് ചെയ്ത ശേഷം വേണം അതിങ്ങനെ ഗണ്ണുപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും വരത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്യണം. നല്ല വെയിലുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. വെയിലില്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വെയിൽ കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഈർപ്പം, ഈ വൈകിട്ടത്തെ മഞ്ഞിൻ്റെ ഈർപ്പമൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈർപ്പം എല്ലാം കളഞ്ഞ് നല്ല ഉണങ്ങിയ ശേഷം വേണം നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത് പോകും, അത് കഴിയുമ്പോഴത്തേക്ക് പയ്യെ പെയിൻ്റ് ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞു തുടങ്ങും. അപ്പോൾ ക്ലയൻറ്റ് നമ്മളെ പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെമ്പലിൻ്റെ മെറ്റ് തിന്നറും ഹെമ്പലിൻ്റെ മെറ്റീരിയലൊക്കെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതായത് എപ്പോക്സി എല്ലാം ഹെമ്പലിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പ്രൈമർ ജോട്ടൻ്റെ ആണെങ്കിലും എപ്പോക്സി ഹെമ്പലിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇത് ബി പാർട്ടാണ്. എ പാർട്ടാണ് നമ്മൾ കളറായിട്ട് യൂസ് ചെയ്യുന്നത്. കളറിനകത്തേക്ക് ഇത് ബി പാർട്ട് എന്ന് പറയുന്നത് ഹാർണറാണ്. അതുകൂടെ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിന്നർ ഉപയോഗിച്ച് ലൂസ് ചെയ്ത് ആണ് നമ്മൾ ഗണ്ണുകൊണ്ട് ഇങ്ങനെ കളർ അപ്ലൈ ചെയ്യുന്നത്. ഇത് ബേസ് കളറാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിക്സ് ചെയ്തെടുത്ത ഒരു ടോണാണ്. ഒരു ബോഡി കളറിൻ്റെ ഒരു ടൈപ്പിലൊരു ഫ്ലഷ് ടിൻറ്റ് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഈ കളർ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഷെയ്ഡ് പോർഷനും ഷെയ്ഡിങ് കളറുകളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് പിന്നീടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ പ്രൈമർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കളറാണ് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഒരു കവറിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു കോട്ട് ബേസ് കളർ അടിക്കുന്നത്. ഫുള്ളായിട്ട് ഒറ്റ ടോണങ്ങ് അടിക്കുക. ആനിമൽസിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ കല്ലിലും ഒക്കെ അത് തന്നെ അങ്ങ് അടിച്ച് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളതിൻ്റെ ശരിയായ രീതിയിലുള്ള വർക്കിലേക്ക് കിടക്കുന്നത്. ഇപ്പം നമ്മളതിൻ്റെ ഷെയ്ഡ് കളറിലേക്കാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ബേസ് കളറിലേക്ക് നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ ഇപ്പം അതിൻ്റെ ശരിയായ റിയൽ കളറിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത് നമ്മൾ റിയൽ കളർ എന്ന് പറയുമ്പോഴും നമ്മളിതിപ്പോൾ ആനിമലിന് നമ്മളിപ്പോൾ ഈ അടിക്കുന്ന ഈ ടോണ് നമ്മൾ ഫുള്ളായിട്ടൊരു ടോൺ അടിച്ചിട്ട് പിന്നെ നമ്മളതിൻ്റെ ഓരോരോ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റേ കല്ലിനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതേ സെയിം ടോൺ തന്നെയാണ് നമ്മൾ കല്ലിലും ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ ഏകദേശം ഈ റെഡിഷ് കളറാണ് വരുന്നത്. അപ്പം റെഡും ഒരു ഡാർക്ക് ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ഒരു ടോണാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ കരിങ്കല്ലൊന്നുമല്ല ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആ കളറിനായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ കളറുകൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളതിൻ്റെ കല്ലിലൊക്കെ തന്നെ ഡാർക്ക് പോർഷൻ ഇത് അടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 കളറിൻ്റെ വേരിയേഷൻസ് നമ്മൾ ആ കല്ലിൽ ചെയ്യുന്നുണ്ട്. ഓരോന്നും നമ്മളിങ്ങനെ ഓരോ ഘട്ടമായിട്ട് വേണം ചെയ്ത്. കാരണം നമ്മളൊരു സാധാരണ ഒരു പടമൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെയാണ് നമ്മൾ ഒരു കളർ എടുത്ത് വെച്ചു, അടുത്ത കളർ എടുത്ത് വെച്ചു, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സ്പ്രേ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാത്തിനും ഒരേ ടോണും ആയതുകൊണ്ടും
നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഈ ഏരിയ മൊത്തം കവർ ചെയ്യാൻ സാധിക്കും. അതെനിക്കൊരു അഡ്വാൻറ്റേജാണ്. കാരണം നമ്മുടെ വർക്ക് അത്ര വേഗത്തിൽ നമുക്ക് ചെയ്ത് മാറാനുള്ള സമയം കിട്ടും. അതുതന്നെയല്ല, ഗണ്ണിൽ നമുക്കിത് മാക്സിമം ഫിനിഷ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ബ്രഷിലൊക്കെ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല സമയമെടുക്കും. പോരാത്തിന് വെളിയിലുള്ള വർക്കും കൂടി ഇല്ല. അപ്പം നമുക്ക് വെയിലും അതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സാധാരണ നമ്മുടെ വർക്കുകളെല്ലാം ഇൻറ്റീരിയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിയിലെ വർക്കൊന്നും നമ്മൾ എടുക്കുന്നതല്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വർക്കായതുകൊണ്ട് ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത്. അപ്പം ഇതെൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അവന് ഒരു അവസരം കൊടുക്കാമെന്ന് ഞാൻ കരുതി. അവന് കുറച്ചടിക്കാനായിട്ട് ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവനും അതൊന്ന് അടിച്ചൊക്കെ പഠിക്കട്ടെ. അപ്പം അതാണ് അതിന് അവനൊരു വലിയ സന്തോഷമായി. അവനും അവസരം കിട്ടിയല്ലോ. ഓക്കെ, അപ്പം ഇത് ഒരു കുളം പോലത്തെയാണ് കണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു വ്യക്തമായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ നടുക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും. ചുറ്റോട് ചുറ്റും പാറക്കെട്ടുകൾ, അതുപോലെ തന്നെ സെൻറ്ററിലൊരു പാറക്കെട്ട്. അപ്പോൾ സെൻറ്ററിൽ പാറക്കെട്ടിൻ്റെ മുകളിലായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഈ പാറകളുടെ ഇടവഴിയെല്ലാം വെള്ളം താഴേക്ക് വന്ന് ഇതിനകത്ത് വന്ന് ഈ പോണ്ടിലേക്ക് വരും. ഈ പോണ്ടിലേക്ക് ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മുകളിൽ വെള്ളം വന്നിട്ട് അവിടുന്ന് വെള്ളം ഇപ്പുറത്തെ സൈഡിലേക്കും വരും, അപ്പുറത്തെ സൈഡിൽ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിലേക്കും ഒരു സൈഡിൽ കൂടെ വെള്ളം വീഴുന്നുണ്ടാവും, ചാടുന്നുണ്ടാവും ഇപ്പുറത്തേക്ക്. അപ്പോൾ ആകെ കൂടി ഒരു മൊത്തത്തിൽ വെള്ളച്ചാട്ടവും ഭയങ്കര സൗണ്ടുകളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് വെള്ളത്തിൻ്റെ മാത്രമല്ല, ഇതിനകത്ത് കുറേ ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു പ്രത്യേക എഫക്റ്റിൽ പല കളറുകളിലും, അതൊക്കെ ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന കുറേ പഴയ ലൈറ്റുകൾ ഒക്കെയാണ് കിടക്കുന്ന നിലത്ത് കിടക്കുന്നതൊക്കെ പഴയ ലൈറ്റുകൾ. അതെല്ലാം മാറ്റിയിട്ട് പുതിയതെല്ലാം ചെയ്യും. അതൊക്കെ പല കളറുകളിലായിരുന്നു. ഇനിയിപ്പം പുതിയത് എങ്ങനെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നറിയില്ല. ഇനി ഇതിനകത്ത് കുറച്ചൊക്കെ ചെടികളൊക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടികളും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ കൂടി ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഇതിൻ്റെ അവസാന സമയങ്ങളിൽ വരാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മൾ ഇപ്പം ഈ സ്വിമ്മിംഗ് പൂളിന് അടിയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂളാണ് ഇതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ നിന്ന് വരുന്ന ആ മുകളിൽ നിന്ന് വെള്ളം നേരെ താഴോട്ട് വന്ന് ഇതിലേക്ക് കല്ലിലൊക്കെ തട്ടി നേരെ സ്വിമ്മിംഗ് പൂളിലേക്കും വെള്ളം വീണുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ആകെ കൂടി ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും. അപ്പം നമ്മുടെ മാൻ്റെ ഒരു കുട്ടി അവിടെ കിടക്കുന്നതിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പിൻ്റെ കളറൊക്കെ ഒന്ന് അടിച്ച് എല്ലാം നല്ല ഭംഗിയാക്കാമെന്ന് കരുതി. അപ്പം ഇതാ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്ന. അപ്പോൾ ഇതിൻ്റെ കണ്ണും ഒക്കെ എഴുതി ഒന്നും ആകെക്കൂടി അതിൻ്റെ ഓരോരോ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ദിവസം തന്നെ ഇത് ഫിനിഷ് ചെയ്യേണ്ടതാണ്. സമയവും കുറവാണ്. പിന്നെ വർക്കെന്ന് പറയുന്നത് റഫ് വർക്കാണ്. നമ്മുടെ സ്മൂത്തായിട്ടുള്ളൊരു വർക്കല്ല സിമെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല, അതിൻ്റെ ആ ആറ്റിറ്റ്യൂഡും ഒക്കെ മൃഗങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഇതിന് മുമ്പ് ചെയ്ത ആൾ ചെയ്തിട്ടുണ്ട്. ഞാനല്ല ഇത് ചെയ്ത ആൾ ഞാനല്ല. ഇതിൻ്റെ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ശ്രീലങ്കൻ ആണ് ഇത് ചെയ്തത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ റീപെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഞാനിത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എപ്പോഴും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഈ എപ്പോക്സി സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാനിതിന് ശരിക്കും പറഞ്ഞാൽ ഇത് സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഒരു ആനിമലിനെ എൻ്റെ ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആനിമലിനെ സാമ്പിൾ ചെയ്ത സമയത്ത്, അതായത് ഒരു മാനെ നമ്മൾ ആദ്യമേ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ച കളർ വേറെ, മറ്റേ ഓയിൽ കളറാണ് ഉപയോഗിച്ചത്. ഓയിൽ ട്യൂബിൻ്റെ കളറാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ സൈറ്റിലെത്തുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഇതെല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് ആ കളർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ എപ്പോക്സിയിലേക്ക് മാറിയത്. എപ്പോക്സിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിൽ വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ ഫാസ്റ്റായിട്ട് ഉണങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഗണ്ണിലാണ് നമ്മളത് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് കൂടുതൽ പ്രചോദനം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.